ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വായിച്ച വേദഭാഗം ഒന്ന് വായിക്കാമോ? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗമാണ് നമ്മൾ വായിച്ച് കേൾക്കുവാൻ ഇടയായി ചേർന്നത്. അവൻ തമിഴ് എനിക്ക് വലിയ പിടുത്തമില്ല, എങ്കിലും അവൻ ശോധന മലയാളം എല്ലാവർക്കും മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അവൻ ശോധന ചിലപ്പോൾ മലയാളം ബൈബിളും തമിഴ് ബൈബിളും ഒക്കെ തമ്മിൽ തട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവൻ ശോധന, അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് ആദ്യമായിട്ട് പറയുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനമാണല്ലോ ഇന്ന് അവൻ പകൽക്കാലം വായിച്ച് കേൾക്കുവാനിടയായത്. അവൻ അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച് കേട്ടത് ഇങ്ങനെയാണ്: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് നമുക്ക് തിരുവെഴുത്തുകൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം ചില നിമിഷങ്ങൾ അവൻ കൃപയെക്കുറിച്ച് ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമ്മളിവിടെ വായിച്ചത് എന്താണ്? സകല മനുഷ്യർക്കും രക്ഷാകരമായ, കണ്ടോ, തുടക്കത്തിൽ തന്നെ ആ കൃപയുടെ പ്രത്യേകത വിളിച്ചു പറയാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായാണ് ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളോട് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, അവൻ സ്തോത്രം, ഈ കൃപയിലേക്ക് അടുത്തു വന്നത്, അവൻ ഈ രക്ഷാകരമായ കൃപ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നത്, അവൻ സ്തോത്രം, ഒരിക്കലും വ്യർത്ഥമായി തീരത്തില്ല എന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ അതിൻ്റെ 14-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, നമ്മൾ ദൈവവചനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിനെ കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: ആമേൻ സ്തോത്രം, കൃപയുടെ വചനം എന്നാണ് പറയുന്നത്. എന്തിന്റെ വചനമാണ്? അങ്ങനെയെങ്കിൽ നമുക്ക് ലഭിച്ച ഈ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് കൃപയുടെ വചനമാണ്. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ലഭിച്ച ഈ തിരുവെഴുത്തുകൾ കൃപയുടെ തിരുവെഴുത്തുകളാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ കൃപയെക്കുറിച്ച് കൂടുതലായി പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് കൃപ എന്ന വാക്കിന്റെ അർത്ഥം? അവൻ സ്വന്തം അർഹിക്കാത്ത സ്ഥാനത്ത് ദൈവം തരുന്ന ദാനം. നമ്മൾ സമ്മാനം ആർക്കെങ്കിലും കൊടുക്കാറുണ്ട് അല്ലേ? സമ്മാനം കൊടുത്തിട്ടില്ലേ? നമ്മുടെ മക്കൾക്ക് സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കും. ചില മക്കൾ അപ്പന്മാർക്ക് കൊടുക്കും. നമ്മുടെ സുഹൃത്തുക്കൾക്ക് സമ്മാനം കൊടുക്കും. പക്ഷെ കൃപ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മളൊരു സുഹൃത്തിനൊരു സമ്മാനം കൊടുക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് കൊടുക്കുന്നു? അവൻ എൻ്റെ സുഹൃത്തായതുകൊണ്ട്. നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ സമ്മാനം കൊടുക്കുന്നുവെങ്കിൽ അപ്പൻ അമ്മ എന്ന നിലയിൽ. പക്ഷെ കൃപ എന്ന് പറഞ്ഞാൽ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാൾക്ക്, ഒരു അർഹതയും ഇല്ലാത്ത ഒരാൾക്ക്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ അവൻ നമുക്കിവിടെ വരേണ്ട അർഹതയൊന്നും ഇല്ലായിരുന്നു, യോഗ്യതയൊന്നും ഇല്ലായിരുന്നു, പ്രശംസിക്കാൻ ഒന്നുമില്ലായിരുന്നു. അത് ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കി ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് നമ്മൾ മഹത്വം കൊടുക്കുവാൻ തയ്യാറാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ നമ്മൾ വായിക്കുമ്പോൾ 20-ാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ, അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 32-ാം വാക്യം. இப்பொழுதும் சகோதரரே, நீங்கள் பக்தி விருத்தி அடையவும் பரிசுத்தமாக்கப்பட்ட அனைவருக்குள்ளும் உங்களுக்கு சுதந்திரத்தை கொடுக்கவும் வல்லவராய் இருக்கிற தேவனுக்கும் அவருடைய கிருபையுள்ள வசனத்துக்கும் உங்களை ஒப்புக் கொடுக்கிறேன். ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ സ്തോത്രം, ദൈവദാസന്മാരായ ഞങ്ങളെ, ആമേൻ സ്തോത്രം, ദൈവം കൃപയുടെ വചനം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ദൈവ മക്കൾക്ക് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്ത് ഭരമേൽപ്പിച്ചിരിക്കുന്നു? ഈ കൃപയുടെ വചനം. അങ്ങനെയെങ്കിൽ വചനം കേൾക്കുന്നത്, വചനം ശ്രദ്ധിക്കുന്നത്, വചനം പറയുന്നത് ഒരിക്കലും വ്യർത്ഥമല്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ കൃപയുടെ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. അതാണ് ഉപവാസ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ അവന് ഏതൊരു ആരാധന ഉണ്ടെങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കും?
ഒരു വചന ശുശ്രൂഷ ചിലപ്പോൾ കേട്ട് നമ്മൾ വീണ്ടും കേട്ടതാണല്ലോ കേൾക്കുന്നത്, അയ്യോ ഒരു പ്രയോജനം ഇല്ലല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തകൾ ഉണ്ടാകാം. പക്ഷേ ഇത് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഭരമേൽപ്പിച്ചിരിക്കുന്നതിന്റെ കാരണം അവിടെ കാണുന്നത് എങ്ങനെയാണ്? ആത്മീക വർധന വരുത്തുവാൻ. ചിലർ 20 വർഷം കൊണ്ട് 30 വർഷം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, പക്ഷെ ഒരു ആത്മീയ വർധനവും. പലർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ കേൾക്കാൻ ഇഷ്ടം പ്രവചനമാണ്. ഇന്ന് പ്രവാചകനുണ്ടോ എന്ന് ഇല്ലേ? പ്രവാചകനുണ്ടോ എന്ന് മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആത്മീക വർധന വരുത്തുന്നത് എന്താണ്? കൃപയുടെ വചനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വചനത്തിനപ്പോൾ നമ്മുടെ ആത്മീക വർധന വരുത്താൻ കഴിയും. അടുത്ത് പറയുന്നു, വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും. കണ്ടോ? അപ്പൊ വിശുദ്ധന്മാരോടുകൂടി അവകാശം തരുവാൻ ദൈവത്തിന് കഴിയും, ഈ കൃപയുടെ വചനത്തിന്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാർത്ഥനയോടെ ഈ വചനങ്ങൾ കേൾപ്പാൻ നമ്മൾ ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്ങനെയാണ് കൃപ നമുക്ക് ലഭിക്കുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായം 16-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവന് സ്തോത്രം അവിടെ കാണുവാൻ കഴിയുന്നു, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ, കൃപമേൽ കൃപ, ദൈവത്തിന്റെ നിറവിൽ നിന്നും നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്ത 17-ാം വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ന്യായപ്രമാണം മോശ മുഖാന്തരം. അപ്പൊ ന്യായപ്രമാണം ലഭിച്ചത് ആര് മുഖാന്തരമാണ്? മോശ മുഖാന്തരമാണ് ലഭിച്ചത്. എന്നാൽ കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, നമുക്ക് കൃപ ലഭിച്ചത് ഈ ആര് നിമിത്തമാണ്? യേശു ക്രിസ്തു നിമിത്തമാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ സ്വതന്ത്ര കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നില്ലായിരുന്നുവെങ്കിൽ, നമുക്ക് വേണ്ടി യാഗമായി തീർന്നില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഈ കൃപ ലഭിക്കത്തില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനായ ക്രിസ്തു യേശുവിനെ തന്ന ആ പിതാവ് നമ്മോട് കാണിച്ച കൃപയെ ഓർത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആമേൻ സ്തോത്രം. ഈ കൃപയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആമേൻ സ്തോത്രം. കൃപ എന്തുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ സ്തോത്രം, നമ്മെ വിളിച്ചിരിക്കുന്നത് ആമേൻ സ്തോത്രം എങ്ങനെയാണെന്ന് അറിയാമോ? കൃപയാലാണ്. കണ്ടോ? ഒരു വ്യക്തിയുടെ വിളി എങ്ങനെയാണ്? കൃപയാൽ. ഒന്ന് വായിച്ചാട്ടെ. അവൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഗലാത്യർ 1:15. ഗലാത്യർ 1:15. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ മതി വിളിച്ചിരിക്കുന്ന ദൈവം. അവിടെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കണേ. എൻ്റെ പ്രസംഗ ശൈലി ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ആരും ഉറങ്ങി പോകരുത്. വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന. ഇപ്പൊ ഒരു കമ്പനിയിൽ സ്റ്റാഫിനെ വേണമെങ്കിൽ ആളുണ്ടെങ്കിലേ വിളിക്കാൻ, ഇല്ലേ? ആളുണ്ടെങ്കിലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇനി 2, സ്റ്റാഫിനെ വിളിക്കുമ്പോൾ അവർ പറയും ഇന്ന യോഗ്യതകൾ +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, SSLCയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും കോഴ്സുകൾ പഠിച്ചിട്ടുള്ളവരായിരിക്കും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവരെ എന്ത് ചെയ്യത്തുള്ളൂ? വിളിക്കത്തുള്ളൂ. പക്ഷേ തിരുവചനം പഠിക്കുമ്പോൾ ദൈവം നമ്മെ ഈ കൃപയിലേക്ക് വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. എപ്പോഴെന്നറിയാമോ? നമ്മുടെ ജനനം മുതൽക്ക് തന്നെ വിളിച്ചിരിക്കുകയാണ്. കണ്ടോ? നമ്മളൊന്നുമില്ലാതിരുന്നപ്പോൾ,
നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോ തന്നെ അത് നമ്മുടെ സ്വഭാവം കണ്ടില്ല, നമ്മൾ എങ്ങനെ ആയി തീരുമെന്ന് കണ്ടില്ല, നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് കണ്ടില്ല, നമ്മൾ എങ്ങനെ സംസാരിക്കുമെന്ന് കണ്ടില്ല. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് എപ്പോഴാണ്? നമ്മുടെ ജനനം മുതൽ തന്റെ കൃപയാൽ നമ്മെ വിളിച്ചു. കണ്ടോ? അങ്ങനെയെങ്കിൽ അവൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കും. ദൈവമക്കൾ മറന്നു പോകരുത്. ദൈവകൃപയാൽ വിളിക്കപ്പെട്ട അവൻ നമ്മൾ ഓരോരുത്തരും ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നത് അവൻ നമ്മുടെ ജനനം മുതൽക്കേ. നമ്മുടെ അമ്മയപ്പനൊന്നും കണ്ടില്ല. നമ്മുടെ അമ്മയപ്പനും ചിലപ്പോ ഒരു പേര് കണ്ടുപിടിച്ച് വെച്ചിരുന്നതാണ്, പക്ഷെ പുറത്ത് പറഞ്ഞില്ല ആണാണോ പെണ്ണാണോ എന്ന് വരുന്നതെന്ന്, ഇല്ലേ? പക്ഷെ അപ്പോൾ തന്നെ കൃപയാൽ നമ്മെ വിളിച്ച ഒരു ദൈവം. അതാണ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഗലാത്യ സഭകളോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇന്ന് പലരും ഇങ്ങനെയാണ്, മറിഞ്ഞു പോവുകയാണ്. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയാം, അവൻ കൃപയാൽ നമ്മെ വിളിച്ചവനെ വിട്ട് മറ്റു സുവിശേഷങ്ങൾ കേൾക്കുമ്പോൾ, ദുരുപദേശങ്ങൾ കേൾക്കുമ്പോൾ, വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അങ്ങോട്ട് മറിഞ്ഞു പോകാൻ പാടില്ല. അതിനുവേണ്ടിയാണ് ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ കൃപയുടെ വചനങ്ങൾ നമ്മൾ കേൾക്കുന്നതെന്ന് മറന്നു പോകരുത്. പ്രൈസലോ. ആരെയും തെറ്റിച്ച് കളയാൻ, എങ്ങനെയും തെറ്റിച്ച് കളയാൻ അവൻ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ നോക്കിയാൽ പ്രസംഗങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലേ? പ്രസംഗങ്ങളുടെ അവൻ ചാകരയാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും കിടക്കുന്നത്. അങ്ങനെയെങ്കിൽ കേൾക്കുന്ന വചനങ്ങൾ ദൈവവചനത്തിൽ ഉള്ളതാണോ അല്ലയോ എന്ന് വളരെ ശ്രദ്ധിച്ച് അവൻ സ്തോത്രം, ദൈവത്തിന്റെ കൃപയാലാണ് എന്നെ വിളിച്ചിരിക്കുന്നതെന്നും ഈ സുവിശേഷത്തിന് വേണ്ടി നിൽക്കാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നും വചനത്തിന് വേണ്ടി നിൽക്കുവാനാണ് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാകുന്നുണ്ടോ? നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വിളി ദൈവകൃപയാലാണ്. അടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നോക്കിയാലും അവിടെയും ദൈവകൃപ ആവശ്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. കണ്ടോ? അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്, ഇല്ല? ഒരു പങ്ക് ഉണ്ട്, ഒരു ശേഷിപ്പ് ഉണ്ട്. അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ്? കൃപയാലാണ്. നമ്മളെ വിളിച്ചതും കൃപയാണ്, തിരഞ്ഞെടുത്തതും. അതുകൊണ്ട് നമുക്ക് പ്രശംസിപ്പാനൊന്നും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ആമേൻ സ്തോത്രം. ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ആമേൻ സ്തോത്രം ആളുകളെ വിളിക്കുമ്പോൾ അതിന്റെ യോഗ്യതകൾ പരിശോധിക്കും. യോഗ്യതകൾ പരിശോധിച്ച് ഇന്റർവ്യൂവിന് വരുന്നവരെ ഇന്റർവ്യൂ ചെയ്തതിനു ശേഷം അതിലൊരു തെരഞ്ഞെടുപ്പുണ്ട്. ചിലപ്പോൾ ഒരു വ്യക്തിക്കായിരിക്കും ജോലി വേക്കൻസി ഉള്ളത്, പക്ഷെ 10-100 പേര് ഇന്റർവ്യൂവിന് വന്നിരിക്കാം. പക്ഷെ ഒരാളെ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, ഇല്ലേ? അപ്പോൾ യോഗ്യത അനുസരിച്ച് ഇപ്പൊ 99 പേരെക്കാളും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ആളുടെ യോഗ്യത അനുസരിച്ചാണ് ആര് തിരഞ്ഞെടുക്കുന്നത്? ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത്. എന്നാൽ ഇവിടെ നോക്കുക, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് നമ്മുടെ യോഗ്യത കണ്ടിട്ടല്ല, നമ്മൾ നന്നായി ജീവിച്ചത് കൊണ്ടല്ല, നമ്മൾ ഉന്നത കുടുംബത്തിൽ ജനിച്ചതോ ജീവിച്ചതോ കൊണ്ടല്ല, നമുക്കിതിൽ പണം ഉണ്ടായിരുന്നത് കൊണ്ടൊന്നും അല്ല. ദൈവത്തിന്റെ കൃപയാലാണ് ഇന്ന് പകൽക്കാലം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് ദൈവമക്കൾ മനസ്സിലാക്കണം. ഈ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മേക്കാൾ പണമുള്ളവർ, നമ്മേക്കാൾ സമ്പത്തുള്ളവർ, നമ്മേക്കാൾ ആരോഗ്യമുള്ളവർ, നമ്മേക്കാൾ പദവി വിദ്യാഭ്യാസമുള്ളവർ അനേകരുണ്ടായിരുന്നിട്ടും അവരെ തിരഞ്ഞെടുക്കാതെ ദൈവം നമ്മെ തന്റെ കൃപയാൽ തിരഞ്ഞെടുത്തത് കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം.
ഇവിടെ ഇരിക്കുന്നവരോട് ഒരു വാക്ക് ചോദിക്കാം. എത്ര പേർക്കാണ് ഇവിടെ വന്നിരിക്കേണ്ട യോഗ്യതയുള്ളത്? നമ്മൾ എത്ര പേർക്ക് യോഗ്യതയുണ്ട്? നമ്മേക്കാൾ യോഗ്യത ഉള്ളവർ ഈ ലോകത്തില്ലേ? ഇല്ലേ? പക്ഷെ എന്തുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ ഇന്ന് പകൽക്കാലം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ കൃപ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. കൃപയാലെങ്കിൽ പ്രവർത്തികളാൽ കൂടുതൽ പ്രവൃത്തി ചെയ്തെന്ന് പറഞ്ഞ് ദൈവം നമ്മെ എന്ത് ചെയ്യത്തില്ല? തിരഞ്ഞെടുക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ കണ്ടോ, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പാണ് നമ്മൾ ഓരോരുത്തരും എന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ സഭയുടെ മുൻപിലത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം, ആമേൻ സ്തോത്രം, വിളിക്കപ്പെട്ടവർ അനേകരാണെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അപ്പൊ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പാണ് ഇന്ന് പകൽക്കാലം എവിടെയായിരിക്കുന്നത്? ദൈവസഭയിലായിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു അവൻ ഭൂതങ്ങളെ പുറത്താക്കിയപ്പോൾ അത് കാണാനും അനുഭവിക്കുവാനും വിടുതൽ പ്രാപിക്കുവാൻ അനേകർ വന്നു. കർത്താവായ യേശുക്രിസ്തു അവൻ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവൻ സ്വന്തം അനേകർ ആഹാരം കഴിക്കുവാനും തന്നോടുകൂടെ ഉണ്ടായിരുന്നു. രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ, വീര്യപ്രവൃത്തികൾ ചെയ്തപ്പോൾ അത് കാണാനും അനുഭവിക്കാനും പലരും വന്നു. പക്ഷെ എന്നാണ് കർത്താവ് ഉപദേശം പറയാൻ തുടങ്ങിയത്, അന്ന് മുതൽ ആളുകൾ എന്ത് ചെയ്തു? കർത്താവിനെ വിട്ട് പോകുവാനിടെ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാം അധ്യായം 66-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, അന്നു മുതൽ കർത്താവായ യേശു, ഒന്ന് വായിച്ചാട്ടെ, യോഹന്നാൻ 6:66. പിൻവാങ്ങിപ്പോയി. അടുത്ത് അത് ഇവിടെ കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. എല്ലാവരും പോയി. ആയിരക്കണക്കിന് ആളുകളാണ് ആരോട് കൂടെ ഉണ്ടായിരുന്നത്? കർത്താവിനോട് കൂടെ ഉണ്ടായിരുന്നത്. 100 കണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും പോയി. അടുത്ത് 12 പേരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ? അപ്പൊ അവര് പറയുകയാണ്, ഞങ്ങൾ പോകത്തില്ല. പത്രോസ് പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെ, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ. കണ്ടോ? അപ്പൊ കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് പ്രാപിച്ച ആ ശേഷിപ്പ്, ഇപ്പൊ ഒരു ശേഷിപ്പേ ഉള്ളൂ. വെറും 12 പേര്. നേരത്തെ 1000 പേരുണ്ടായിരുന്നതിൽ ഇപ്പം 12 പേര് ഒരു ശേഷിപ്പാണ്. അതാണ് പറഞ്ഞത്, കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പ്. അപ്പോൾ അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്നെ വിട്ടു പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാൻ നിത്യജീവന്റെ മൊഴികൾ. അതാണ് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ആ ശേഷിപ്പിന്റെ പ്രത്യേകത. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് പൂർണ്ണമായ കാഴ്ചപ്പാടുണ്ടായിരിക്കും. എന്ത് കാഴ്ചപ്പാട്? ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ലെങ്കിലും, ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ലെങ്കിലും, ഇവിടെ നിത്യജീവന്റെ മൊഴികൾ എവിടെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളവരൊക്കെ വന്ന് അത്ഭുതം കാണാനും രോഗസൗഖ്യം ലഭിക്കാനും കുറച്ച് പ്രവചനം കേൾക്കാനും കുറച്ച് വിടുതൽ അനുഭവിച്ചുകൊണ്ട് വഴിക്ക് പോകാനുമാണ് അവര്. പക്ഷേ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പ് അവരാരെ വിട്ടു പോയില്ല? കർത്താവിനെ വിട്ടു പോയില്ല. പ്രൈസലോ. അങ്ങനെയെങ്കിൽ ഈ ദൈവസഭയ്ക്കകത്ത് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പാണ് ഇവിടെയും ഉള്ളതെന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മറന്നു പോകരുത്. അവർക്ക് പൂർണ്ണമായ കാഴ്ചപ്പാടുണ്ടായിരിക്കണം, പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരിക്കണം. നിത്യജീവന്റെ മൊഴികളാണ് ഇവിടെ നിന്നും
മനസ്സിലാവുന്നുണ്ടോ? അതാണ് പത്രോസ് അല്ലെങ്കിൽ 12 ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ വിട്ട് പോകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എവിടെ പോകും? കർത്താവ്, അങ്ങയുടെ അടുക്കൽ നിന്നും പോയ നിത്യജീവന്റെ മൊഴികൾ ഞങ്ങൾക്ക് ലഭിക്കത്തില്ല. കണ്ടോ, ആ ഒരു ബോധ്യം അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട് നമ്മൾ അവിടെ ചിന്തിക്കുമ്പോൾ 69 വാക്യം ഒന്ന് വായിക്കാമോ? കണ്ടോ, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. കണ്ടോ, അതാണ് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ശേഷിപ്പിന്റെ പ്രത്യേകത. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കൾ, അവൻ സ്വന്തം നമ്മൾ ചുരുക്കം പേരാണെങ്കിലും അവൻ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ നമ്മൾ ആരെയാണ് ആരാധിക്കുന്നതെന്ന് അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. കണ്ടോ, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞാൻ ആരെ വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, അവസാനത്തോളം കാപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് ദൈവവചനത്തിലൂടെ വിളിച്ചു പറയാ, നമ്മൾ ഇവിടെ ആയിരിക്കുന്ന വ്യർത്ഥമല്ല, വൃഥാവല്ല. നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മൾ ആരാധിക്കുന്ന ദൈവം അന്ത്യത്തോളം നമ്മെ കാപ്പാൻ ശക്തനായ ദൈവമാണ്, നടത്താൻ വിശ്വസ്തനായ ദൈവമാണ്. വഴിയിൽ നമ്മെ വിട്ടിട്ട് പോകുന്ന ദൈവമല്ല. നമ്മൾ ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും ആ പ്രതിസന്ധിയുടെ മധ്യേ നമ്മോടുകൂടെ ഇരിക്കുവാൻ അവൻ സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നതെന്ന് ദൈവമക്കൾ മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, അവൻ അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുന്നത് എന്താണ്? അവൻ അങ്ങ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ആമേൻ സ്തോത്രം പറയുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ആമേൻ സ്തോത്രം, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? കണ്ടോ, അതാണ് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ശേഷിപ്പ്. അവിടെ അനേകർ കാണത്തില്ല. മനസ്സിലായോ? വിടുതൽ പ്രാപിക്കാൻ വന്നവരൊന്നും അവിടെ ഇല്ല. രോഗസൗഖ്യം ലഭിച്ചവരൊന്നും അവിടെ ഇല്ല. ഭൂതങ്ങൾ വിട്ടുപോയവരൊന്നും അവിടെ ഇല്ല. കർത്താവ് നുറുക്കി കൊടുത്ത അപ്പം ഭക്ഷിച്ചവരൊന്നും അവിടെ ഇല്ല. കൃപയാലുള്ള ആമേൻ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പ് മാത്രമേ എവിടെ ആമേൻ സ്തോത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ഉപദേശം പറഞ്ഞപ്പോൾ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം അതിന്റെ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് ഈ ആമേൻ സ്തോത്രം സാഹചര്യങ്ങൾ ഒന്ന് കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചാട്ടെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 14 വാക്യം. ഇവിടെ നോക്കുക, ഇവിടെ ഏലിയാവ് പറയുകയാണ്, ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ ദൈവത്തിനു വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരുന്നു. അടുത്ത് കണ്ടോ, ഇസ്രായേൽ മക്കളെ നോക്കിയിട്ട് കുറ്റം വിധിക്കുകയാണ്. ആമേൻ സഹോദരൻ, റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഈ 2 ഭാഗങ്ങൾ ഒരേ ഭാഗങ്ങളാണ്. 3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ഇസ്രായേലിന് വിരോധമായി ആര് സംസാരിക്കുകയാണ്? ഏലിയാവ് സംസാരിക്കുകയാണ്. ഇസ്രായേലിന് വിരോധമായിട്ട് ഏലിയാവ് സംസാരിക്കുകയാണ്. അതാണ് അവൻ ഇവിടെ കാണുന്നത്, ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ചു. അടുത്ത് യാഗപീഠങ്ങളെ ഇടിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, ദീർഘനാളുകളായിപ്പോൾ എന്തില്ല? സത്യാരാധന അവിടെ ഇല്ല. ദീർഘനാളുകളായി എന്തില്ല? സത്യ ആരാധന ഇല്ല. അടുത്ത് കണ്ടോ, പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. അടുത്ത് കണ്ടോ, ഞാൻ ഒരുവൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ഇനി ബാക്കി ഞാൻ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ അർത്ഥം. കർത്താവേ, അവൻ ഇസ്രായേൽ അങ്ങയുടെ ജനമാണല്ലോ, ഇപ്പൊ അവര് ദൈവത്തെ ആരാധിക്കുന്നില്ല, അങ്ങയുടെ നിയമത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു, അവർക്ക് തോന്നിയതുപോലെ നടക്കുന്നു, അവർ അന്യ ദൈവങ്ങളെ സേവിച്ചു പോകുന്നു, ഇപ്പൊ ഞാൻ മാത്രമേ നിനക്ക് വേണ്ടി നിൽക്കുന്നതായിട്ട് ഇസ്രായേലിന് വിരോധമായിട്ട് പറയുകയാണ്. ഞാൻ മാത്രമേ നിനക്ക് വേണ്ടി നിൽക്കുന്നവരായിട്ട് ഉള്ളൂ അവൻ. എന്നാൽ ആ റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11 അധ്യായം 4 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അല്പം കൂടെ വ്യക്തമായിട്ട് പറയുന്നത് എങ്ങനെയാണ്? അവൻ ദൈവത്തോട് വാദിക്കുകയാണ്. ഏലിയാവ് എന്ത് ചെയ്യുന്നു? ദൈവത്തോട്
വാദിക്കുകയാണ്, കർത്താവ് ഞാൻ വളരെ ശുഷ്കാന്തിച്ചു, ഇനി ആരുമില്ല, ഞാൻ മാത്രമാണ് അങ്ങേക്ക് വേണ്ടി നിന്നത്. പക്ഷെ അപ്പോൾ സർവശക്തനായ ദൈവം പറഞ്ഞ മറുപടി എന്താണ്? അതിന്റെ ആ 4-ാം വാക്യം ഒന്ന് വായിക്കാമോ? 4-ാമത്തെ വാക്യം, റോമർ 11:4. ഇവിടെ ശ്രദ്ധിക്കണമേ, അവൻ ബാലിന് മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്കായി, ലക്ഷക്കണക്കിന് ആളുകളുള്ള ഇസ്രായേലിനകത്ത് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ്. അതാണ് എത്ര പേര്? മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ആമേൻ സ്തോത്രം, ഇതുപോലുള്ള ചെറിയ ചെറിയ കൂട്ടങ്ങൾ നമ്മുടെ ഇന്ത്യക്കകത്ത് ഒരുപാടുണ്ട്. ആമേൻ സ്തോത്രം, ഇവിടെയൊക്കെ ദൈവം ഒരു ചെറിയ ശേഷിപ്പിനെ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം, വലിയ ആളുകളൊന്നുമില്ല. ആമേൻ സ്തോത്രം, ദൈവദാസൻ എന്നെ വിളിച്ചപ്പോഴേ പറഞ്ഞു, ആമേൻ സ്തോത്രം, ആളുകൾ കുറവായിരിക്കും എന്നൊക്കെ ആമേൻ സ്തോത്രം പറയുവാനിടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ കണ്ണിൽ ആമേൻ സ്തോത്രം, ദൈവം പറയുന്നത് എങ്ങനെയാണ്? ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട കാര്യമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ കണ്ണിൽ ആമേൻ സ്തോത്രം, ആയിരക്കണക്കിനുള്ള ആമേൻ സ്തോത്രം ഒരു സഭയാകട്ടെ, അല്ലെങ്കിൽ 10 പേരുള്ള ഒരു സഭയാകട്ടെ, ദൈവത്തിന്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പേ. മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോൾ വലിയ സഭ കാണും, ആയിരക്കണക്കിന് ആളുകൾ കാണും, പക്ഷെ ചിലപ്പോൾ വിരലിലെണ്ണാനുള്ള ആളുകളെ അത് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ശേഷിപ്പിൽ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ലക്ഷക്കണക്കിന് ആളുകളുള്ള ഇസ്രായേലിൽ ഇപ്പൊ എത്ര പേരേ ഉള്ളൂ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്തെന്നറിയാമോ? ആമേൻ സ്തോത്രം, 100 കണക്കിന് ആളുകളില്ലെങ്കിലും ആമേൻ സ്തോത്രം, ഈ ദേശത്ത് ചിലപ്പോൾ 1000 കണക്കിന് ആളുകൾ ഉണ്ടായിരിക്കും. ഇവരുടെ ഇടയിൽ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പായിരിക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം തന്ന ദൈവത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 7000 പേരെ ആഹാബിന് തൊടാൻ ക്ഷാമം വന്നപ്പോൾ ഈ 7000 പേർക്ക് എന്ത് വന്നില്ല? ഒരു ബുദ്ധിമുട്ടും. കാരണം ദൈവം 7000 പേരെയും പല ഭാഗങ്ങളിൽ വെച്ച് കരുതുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു ശേഷിപ്പായി ദൈവസഭയെ ദൈവം ഈ ദേശത്ത് നടത്തിയിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ സ്തോത്രം. അതുപോലെ അടുത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ദൈവവചനം പ്രസംഗിക്കുവാൻ എന്ത് വേണം? ദൈവവചനം പ്രസംഗിപ്പാനും ധൈര്യത്തോടെ പ്രസംഗിപ്പാനും കൃപ ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിച്ചട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. அடையாளங்களும் அற்புதங்களும் நடக்கும்படி செய்து பிணியாளிகளை குணமாக்கும்படி உடைய கரத்தை நீட்டி உடைய ஊழியக்காரர் உடைய வசனத்தை முழு தைரியத்தோடும் കേട്ടോ, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ சொல்லும்படி അവർക്ക് അനുഗ്രഹം ചെയ്തോളും என்றார்கள். കണ്ടോ, അവിടെ പറഞ്ഞ കൃപ ആവശ്യമാണെന്ന് പറയുന്നു. ആമേൻ. അതാണ് അതിന്റെ 33-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. കണ്ടോ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരാകട്ടെ, ദൈവമക്കളാകട്ടെ, ആരൊക്കെയാണോ ദൈവവചനം സംസാരിക്കുന്നത് അവർക്ക് എന്താവശ്യമാണ്? ദൈവകൃപ ആവശ്യമാണ്. ദൈവകൃപ ഇല്ലാതെ ആമേൻ സ്തോത്രം ഞങ്ങൾക്ക് ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ല. ദൈവകൃപയില്ലാതെ വചനം സംസാരിപ്പാൻ കഴിയത്തില്ല എന്ന് ആമേൻ തിരുവചനം വളരെ വ്യക്തമായിട്ട് ആമേൻ സ്തോത്രം പറയുന്നു. അതാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ആമേൻ ശുശ്രൂഷയും തികയ്ക്കണമെന്ന് എനിക്ക് ഉള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ കൃപ എന്ന് പറയുന്നത് ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്. അവൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം ആമേൻ സ്തോത്രം സുവിശേഷം എന്ന് പറയുന്നത് കൃപയുടെ സുവിശേഷമാണ്. അവൻ അടുത്ത് നമ്മൾ കൃപയെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ് കൃപ. എന്താണ് കൃപ? ദൈവത്തോട്
അങ്ങനെയെങ്കിൽ ഏതെങ്കിലുമൊക്കെ കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തോട് അടുത്ത് വന്നവരാണ് ഇല്ലേ? ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തോട് അടുത്ത് വന്നതാണ്. ചിലർ ജനിച്ച് വീഴുമ്പോഴേ അവർ പെന്തക്കോസ്തിൽ ജനിച്ച് വീഴുന്നവരുണ്ട്. അവർ സ്വത്രം അല്ല എങ്കിൽ ഹിന്ദുവിൽ നിന്നോ മറ്റ് മതങ്ങളിൽ നിന്നോ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നോ സ്വത്രം മാറി സ്വത്രം ദൈവത്തോട് അടുത്ത് വന്നവരാണ്. പക്ഷെ അങ്ങനെ ദൈവത്തോട് അടുത്ത് വരണമെങ്കിൽ എന്ത് വേണം? ദൈവകൃപ ആവശ്യമാണ്. അതാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 65-ാം വാക്യം. യോഹന്നാൻ 6:65. ஒருவன் என் பிதாவின் அருளை பெறாவிட்டால் என்னிடத்திற்கு வரமாட்டான் என்று இது நிமித்தமே உங்களுக்கு சொன்னேன் என்றார். അപ്പോൾ ഇവിടെ കാണുന്നു, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ. അങ്ങനെയെങ്കിൽ ദൈവത്തോട് അടുത്ത് വരണമെങ്കിലും എന്ത് വേണം? കൃപ വേണം. കണ്ടോ, എല്ലാത്തിനും കൃപയാണ് ആധാരം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം കൃപ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. ദൈവം കൃപ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവം കൃപ ചെയ്തത് കൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടത്, നമ്മളെ ദൈവം വിളിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാത്തിനും കൃപയാണ് ആധാരമായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ദൈവത്തോട് അടുത്തു വരുവാൻ എന്ത് വേണം? കൃപ വേണം. പുതിയ നിയമ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദൻ, ഈ ആത്മീയരുടെ ഇടയിൽ സ്വത്രം ദൈവസഭയ്ക്ക് വിരോധമായിട്ട് അവിടെയുള്ള യഹൂദന്മാരും ജാതികളൊക്കെ എഴുന്നേൽക്കുവാനിടയായി. വലിയൊരു പീഡയുണ്ടായി. അങ്ങനെ സഭയ്ക്കകത്ത് പീഡയുണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനമെല്ലാം എന്ത് ചെയ്തു? ചിതറിപ്പോയപ്പോൾ സ്തേഫാനോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 11-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണും, സ്തേഫാനോസ് നിമിത്തമുണ്ടായ അല്ലെങ്കിൽ സ്തോത്രം സ്തേഫാനോസിന്റെ സമയത്തുണ്ടായ ഉപദ്രവ ഹേതുവായിട്ടാണ് ജനം ചിതറിപ്പോകുവാൻ ഇടയായി തീർന്നത്. ഈ സമയത്ത് സുവിശേഷവുമായിട്ട് അന്ത്യോക്യയിലേക്ക് പല വ്യക്തികൾ കടന്നുപോയി. അങ്ങനെ പല ജാതീയ രാജ്യങ്ങളിലേക്ക് കടന്നുപോയി സുവിശേഷം അറിയിച്ചു. ഏത് സുവിശേഷം എന്നറിയാമോ? കൃപയുടെ സുവിശേഷം അറിയിച്ചു. അങ്ങനെ ഈ കൃപയിലേക്ക് ചില വ്യക്തികൾ അടുത്തു വരുവാനിടയായി തീർന്നു. അതിനെക്കുറിച്ച് അതിന്റെ 11-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം ഒന്ന് വായിക്കാമോ? 11-ാം അധ്യായം 21-ാം വാക്യം. കണ്ടോ, അവിടെ പറയുന്നു, കർത്താവിന്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. അടുത്ത 22-ാം വാക്യം കൂടെ. കണ്ടോ, ബർന്നബാ അന്ത്യോക്യയിലേക്ക് പോകുവാൻ ബർന്നബാസിനെ ദൈവസഭ എന്ത് ചെയ്തു? നിയോഗിച്ച് അയച്ചു. അടുത്ത് കണ്ടോ, അനേകർ കർത്താവിനോട് ചേർന്ന് വന്ന് ദൈവത്തിന്റെ കൃപയെ കണ്ട് ആര് സന്തോഷിച്ചു? ബർന്നബാസ് സന്തോഷിക്കുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് വിളിച്ചു പറയാ, സ്തോത്രം, ഈ കൃപയുടെ സുവിശേഷം ദേശത്തിൽ വ്യാപിക്കുമ്പോൾ സ്തോത്രം വരുന്ന നാളുകളിൽ അന്ത്യോക്യയിൽ അനേകർ ക്രിസ്തുവിനോട് ചേർന്നതുപോലെ, സഭയോട് ചേർന്നതുപോലെ ഈ കൃപ വരുന്ന നാളുകളിൽ അനേക ജനങ്ങളെ ഈ ദൈവസഭയിലേക്ക് ചേർക്കുമെന്നതിൽ ഒരു സംശയവുമില്ല എന്ന് ഈ ദൈവവചനത്തിലൂടെ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചറിയിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ചിതറിപ്പോയവർ ദൈവവചനം അങ്ങനെയെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വം അത്രയേ ഉള്ളൂ. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്വം അത്രയേ ഉള്ളൂ. കൃപയുടെ സുവിശേഷം അറിയിക്കുക. കൃപയുടെ സുവിശേഷം അറിയിക്കുക. ആള് വന്നോ വന്നില്ലയോ നമ്മൾ എന്ത് ചെയ്യരുത്? ആള് വന്നോ വന്നില്ലയോ നമ്മൾ എന്ത് ചെയ്യരുത്? നോക്കരുത്. ചിലപ്പോൾ നമ്മെ കരയാനായിരിക്കും നിർത്തിയിരിക്കുന്നത്, ചിലപ്പോൾ വിതയ്ക്കാനായിരിക്കും നിർത്തിയിരിക്കുന്നത്, ചിലപ്പോൾ വളർന്നു വരുന്നതിന് വെള്ളം ഒഴിക്കാനായിരിക്കും നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഏത് ഉത്തരവാദിത്തമാണോ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് നോക്കി അതിന്റെ പ്രവൃത്തി നമ്മൾ സുവിശേഷം അറിയിക്കുക. പ്രവർത്തിക്കുന്ന ആരാണ്? കണ്ടോ, ദൈവത്തിന്റെ വചനം അത് വെറുതെ ദൈവം അയക്കത്തില്ല. ഇതിന് പലരെയും ആകർഷിക്കേണ്ട ശക്തിയുണ്ട്.
ഇവിടെ ചിതറിപ്പോയ ദൈവജനം ആമേൻ സ്തോത്രം വെറുതെ ഇരുന്ന് നല്ല കാണുന്നത്. പലരും സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ വലിയ ദൈവപ്രവർത്തികൾ കണ്ടോ, ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടു. ഈ കൃപയിലേക്ക് അനേകർ. അപ്പൊ അങ്ങനെയെങ്കിൽ പിതാവിന്റെ ആമേൻ സ്തോത്ര സ്നേഹം അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ ഈ ദേശത്തിലെ ചിലരെ കൂടെ ആമേൻ സ്തോത്ര ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ സത്യസുവിശേഷം ദേശത്തിൽ മുഴങ്ങി കേൾക്കുമ്പോൾ അവൻ വരുന്ന നാളുകളിൽ ആമേൻ സ്തോത്രം ഈ കൃപയിലേക്ക് ദൈവം ചില വ്യക്തികളെ കൂടെ അടുപ്പിക്കുമെന്ന് ഇന്ന് പകൽക്കാലം ഈ ദൈവവചനത്തിലൂടെ വിളിച്ചു പറയുമ്പോൾ ആമേൻ സ്തോത്രം ദൈവസഭ ഈ ദേശത്തിൽ സുവിശേഷം അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷം എന്ത് ചെയ്യണം? അറിയിക്കണം. സുവിശേഷത്തിന് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാൻ കഴിയും? രൂപാന്തരപ്പെടുത്താൻ കഴിയും. വചനത്തിന് അതിന്റെ ശക്തി ഉണ്ട്. കൃപയുടെ വചനമാണ്, കൃപയുടെ സുവിശേഷമാണ്. അവൻ ഈ കൃപയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത്, അവൻ യേശുക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത് ഈ കൃപയാണ് എന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ അവൻ മറന്നു പോകരുത്. അവൻ സ്തോത്രം അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ സ്തോത്രം ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? കൃപയാലാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം 11-ാം വാക്യം. കർത്താവായ യേശുവിന്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യൻ രക്ഷ പ്രാപിപ്പാൻ എന്താവശ്യമാണ്? ശ്രദ്ധിക്കണം, ദൈവത്തെ വിളി കൃപയാലാണ്, തിരഞ്ഞെടുപ്പ് കൃപയാലാണ്, അടുത്ത ദൈവത്തോട് അടുപ്പിക്കുന്നത് കൃപയാലാണ്, രക്ഷ പ്രാപിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ? രക്ഷ പ്രാപിക്കുന്നത് എങ്ങനെയാണ്? കൃപയാൽ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം രക്ഷിക്കപ്പെട്ട് ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയാ, കൃപയാലാണ് നാം. മനസ്സിലാവുന്നുണ്ടോ? മുൻപേ പല സ്വഭാവമുള്ളവരായിരുന്നു, മുൻപേ പല ജീവിത രീതികളുള്ളവരായിരുന്നു. അവൻ മുൻപേ ഈ ലോകത്തിന്റെ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനും അനുസരിച്ച് മുന്നോട്ട് പോയവരായിരുന്നു നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കണം, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന് രക്ഷ പ്രാപിക്കണമെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിലേ. മനസ്സിലാവുന്നുണ്ടോ? ചിലർ കുറെ വർഷം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു, പള്ളിയിൽ പോകുന്നു, കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, സ്തോത്രക്കാഴ്ച അർപ്പിക്കുന്നു, അവർ സ്വർഗത്തിൽ പോകുമെന്ന് ചോദിച്ചാൽ, കണ്ടോ, രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഞാൻ ഇത്ര വർഷം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതാണെന്ന്. കണ്ടോ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ രക്ഷ പ്രാപിപ്പാൻ എന്താവശ്യമുണ്ട്? ദൈവത്തിന്റെ കൃപ ആവശ്യമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവൻ അടുത്ത് ആ ഭാഗത്തിൽ അവിടെ കാണുന്നു, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം, കണ്ടോ, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും, കണ്ടോ, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ടോ, കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ എത്രയോ പണം കൊണ്ട് മുടക്കുന്നു, അല്ലേ? അന്ധവിശ്വാസങ്ങൾ പ്രകാരം അവരുടേതായ കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്ത്, പൂജകൾ ചെയ്ത്, പണം ചെലവാക്കി ആമേൻ എന്നിട്ട് ഒരു രക്ഷയും പ്രാപിക്കാൻ കഴിയാതെ, ഒരു ഗതി പിടിക്കാൻ കഴിയാതെ എത്രയോ പേര് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ പൈസയൊന്നും ദൈവത്തിന് കൊണ്ടു കൊടുത്തില്ലെങ്കിലും ആമേൻ സ്തോത്രം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൃപയാലാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നമ്മുടെ പണമൊന്നും ചോദിക്കുന്നില്ല. പണം ചോദിക്കില്ലെന്ന് പറയുമ്പോൾ നമ്മൾ സ്തോത്ര കാഴ്ച വയ്ക്കരുതെന്നല്ല, ദശാംശം വയ്ക്കരുതെന്നല്ല. ആമേൻ സ്തോത്രം. നമ്മുടെ പണമൊന്നും ദൈവം ചോദിക്കും, നമ്മുടെ ജീവിതത്തെ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കൃപയാൽ അത്രേ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്?
രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം രക്ഷ പ്രാപിപ്പാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ദാനമാണ്, അത് ദൈവത്തിന്റെ കൃപയാണ്. അവൻ ആ കൃപയെ ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. അപ്പൊ കൃപയാണല്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു മനുഷ്യന് വേണ്ടത് എന്താണ്? കൃപ. രക്ഷ പ്രാപിപ്പാൻ വേണ്ടത് എന്താണ്? കൃപ. അതിന് മുന്നോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. ഏത് സുവിശേഷം? ഏത് സുവിശേഷം? കൃപയുടെ സുവിശേഷം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, മാനവരാശി പാപത്തിന് അടിമകളായി എന്നും, ആമേൻ സ്തോത്രം, പാപത്തിൽ അടിമകളായി തീർന്ന, മരണത്തിന് അധീനരായി തീർന്ന മാനവരാശിയെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ഈ ലോകത്തിൽ വന്നു എന്നും, സകല മനുഷ്യന്റെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവായ യേശു കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നെന്നും, ആ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ ആരൊക്കെ കടന്നു വരുന്നുവോ, അവരുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവോ, ആ കർത്താവിനോട് നിരപ്പ് പ്രാപിക്കുന്നുവോ, ആ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുന്നുവോ, അവൻ അവരുടെ ആ പാപങ്ങളെ ക്ഷമിച്ച് അവൻ സ്തോത്രം അവരുടെ പാപങ്ങളെ പോക്കി അവൻ സ്തോത്രം ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ് ഈ കർത്താവായ യേശു എന്നുള്ള സുവിശേഷം. മനസ്സിലാവുന്നുണ്ടോ? ഈ സുവിശേഷം ആമേൻ സ്തോത്രം സർവ്വലോകത്തിലും എന്ന പോലെ, അതാണ് കൊലോസ്യർ 1:6 പറയുന്നത്, നിങ്ങളുടെ അടുക്കലും എത്തി. അടുത്ത് ഒന്ന് വായിച്ചാട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും. കണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കൃപ ലഭിച്ച ദൈവജനം, ഈ കൃപയുടെ സുവിശേഷം അറിഞ്ഞ ദൈവജനം എവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. അവൻ നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം ഈ ദൈവകൃപയെ യഥാർത്ഥമായി നമ്മൾ കേട്ടറിഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്ത് ചെയ്യണം? ഫലം കായ്ക്കണം. ഇന്ന് ദൈവകൃപയിലേക്കൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഫലം എന്ന് പറയുന്നത് എന്തൊക്കെ ഫലം കായ്ക്കണം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം. ഒരു ദൈവദാസൻ ഇടയ്ക്ക് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതാണ്, പണ്ട് ആമേൻ സ്തോത്രം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഒരാൾ സ്നാനപ്പെടാൻ വേണ്ടി വരുമ്പോ അയാള് ആമേൻ സ്തോത്രം മാനസാന്തരപ്പെട്ടെന്ന് ആ ദേശം മുഴുവനും അവൻ പിന്നെ മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, ചീത്ത വിളിക്കത്തില്ല, ഭാര്യയെ തല്ലത്തില്ല, ഇല്ലേ? ആ ദേശം മുഴുവനും. പക്ഷെ ഇന്നോ ദൈവവചനം പറഞ്ഞത്, ഈ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. അപ്പൊ അതുമുതലേ നമ്മുടെ ജീവിതത്തിൽ ഫലം എന്ത് ചെയ്യണം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം പറയുന്നു. മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞത്, പക്ഷെ അതിന്റെ ഫലം എവിടെയില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ദൈവകൃപയെ ആമേൻ സ്തോത്രം നമ്മൾ കേട്ടറിഞ്ഞ നാൾ മുതൽ ആമേൻ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കണം. അടുത്ത് പറയുന്നത് വെളിച്ചത്തിന്റെ ഫലം കായ്ക്കണം. വെളിച്ചത്തിന്റെ ഫലം, നീതിയുടെ ഫലം കായ്ക്കണം. അതിനൊക്കെ തിരുവെഴുത്തുകളുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആത്മാവിന്റെ ഫലം ഇല്ലേ? സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരമോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇവയ്ക്ക് വിരോധമായ ഒരു ന്യായ പ്രമാണമൊന്നുമില്ല. അപ്പോൾ ആത്മാവിന്റെ ഫലം നമ്മിൽ നിന്നും കണ്ടോ? ഈ ദൈവകൃപയെ കേട്ടറിഞ്ഞ നാൾ മുതൽ, ഇവിടെ പൗലോസ് പറയുന്ന ശ്രദ്ധിക്കാം, കൊലോസ്യ സഭയ്ക്ക് ഇടയിലും സർവ്വലോകത്തിലും അവർ ഫലം കായ്ക്കുകയാണ്. അടുത്ത് പറയുന്നത്, ഞങ്ങൾ വർദ്ധിച്ചു വരികയും
നമ്മളൊരു വൃക്ഷത്തൈ നട്ടിട്ട് ചിലപ്പോൾ ആദ്യമായിട്ട് അതിന്റെ ഫലം വരുമ്പോൾ ചിലപ്പോൾ 1 or 2 ഒക്കെ ആയിരിക്കും. എല്ലാ വർഷവും 1 or 2 വിളവ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനവിടെ വെച്ചുകൊണ്ടിരിക്കുമോ? അല്പം കൂടെ വിളവ്, ചിലപ്പോൾ വളം എന്ത് ചെയ്യും? വളം ഇട്ടു കൊടുക്കുന്നത് എന്തിനാണ്? അല്പം കൂടെ ഫലം. ഇന്ന് പലരും ദൈവവചനം കേട്ടിട്ടും ആമേൻ സ്തോത്രം പലപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും വളം ഇട്ട് കൊടുത്തിട്ടും ആമേൻ സ്തോത്രം മുരടി ചെയ്യുകയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു റംബൂട്ടാൻ അവരുടെ കൊണ്ട് കേട്ടു. ആമേൻ സ്തോത്രം സാധനം 3-4 വർഷമായിട്ട് അതിന് പൊങ്ങുന്നില്ല. ഞാൻ അതിൻ്റെ കൂടെ വേറൊരാൾ ആമേൻ സ്തോത്രം നട്ട റംബൂട്ടാൻ നല്ല തഴച്ചു കൊഴുത്തിരിക്കുകയാണ്. കാരണം എന്തെന്നറിയാമോ? അതിന് വളരാൻ പറ്റാത്ത വണ്ണം ഒരു സൈഡ് പേര നിൽക്കുന്നു, ഒരു സൈഡ് പ്ലാവ് നിൽക്കുന്നു, അങ്ങനെ മരങ്ങളെ കൊണ്ട് ചുറ്റി നിൽക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? ഫലം പുറപ്പെടുവിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? പല ചിന്തകൾ ഇല്ലേ? ആമേൻ സ്തോത്രം. അതാണ് 30, 60, 100 മേനി ഫലം കൊടുത്തു എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം നല്ല നിലത്ത് വീണ വിത്തുകളാണ് 30, 60, 100 മേനി. പക്ഷെ നമ്മുടെ ഹൃദയത്തെ പല ചിന്തകൾ, നാളെ എന്തായിത്തീരും, മക്കളുടെ ഭാവി എന്തായിത്തീരും, അടുത്ത് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എൻ്റെ ഈ കടം എങ്ങനെ തീർക്കും, ഇതിൻ്റെ ഇടയിലാണ് വിത്തുകൾ വന്ന് വീഴുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും? വചനത്തെ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയാം, ആമേൻ സ്തോത്രം, ഇത് കൃപയുടെ സുവിശേഷമാണ്. ഇത് നിഷ്ഫലമായി പോകാൻ പാടില്ല. ഈ കൃപയെ നമ്മൾ അറിയുന്ന സമയം മുതൽ ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായിരിക്കണം, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരണമെന്ന് അവൻ ഇന്ന് പകൽക്കാലം ഈ ദൈവവചനത്തിലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ രക്ഷ പ്രാപിക്കുന്നത് കൃപയാലാണ്. അടുത്തതായിട്ട് നാം നോക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യം. അപ്പോൾ ഇവിടെ പറയുന്നു, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണം ന്യായപ്രമാണം കൂടാതെ എന്ത് ചെയ്തിരിക്കുകയാണ്? വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. 23-ാം വാക്യം വായിച്ചാട്ടെ. 23-ാം വാക്യം. കണ്ടോ, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അടുത്ത് കണ്ടോ, എവിടെ പറയുക? പദം ശ്രദ്ധിക്കണം. അവന്റെ കൃപയാൽ കണ്ടോ, ക്രിസ്തു യേശുവിങ്കലുള്ള വീണ്ടെടുപ്പ് മൂലം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പദം ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തു യേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നീതീകരണം പ്രാപിക്കുവാൻ എന്താവശ്യമാണ്? കൃപ ആവശ്യമാണ്. കണ്ടോ, ഒന്നുകൂടെ പറഞ്ഞാൽ എന്താണ് നീതി എന്ന് പറയുന്നത്? അതിന്റെ ആമേൻ ഇടയ്ക്കുള്ള 25 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ, കുറവുകളെ തന്റെ പൊറുമയിൽ ദൈവം എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കാതെ വിടുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ സ്വതം നമ്മൾ ചെയ്ത തെറ്റുകളെ ദൈവം മനസ്സോടെ എന്ത് ചെയ്യുന്നു? സഹിക്കുന്നു, ക്ഷമിക്കുന്നു. അങ്ങനെയെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാലാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്വതം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവം നമ്മെ ആരാക്കി മാറ്റുകയാണ്? നീതിമാന്മാരാക്കി മാറ്റുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് പറയും, എന്റെ പാപത്തിന്റെ, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഞാൻ എന്ത് ചെയ്തു? ഏറ്റെടുത്തു എന്ന് ആര് പറയും? കർത്താവ് പറയും. അതിലൂടെ നമ്മൾ ആരായിത്തീരുന്നു?
നീതിമാന്മാരായി തീരുന്നു. ആ നീതീകരണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? അതും ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കണം. കണ്ടോ? അപ്പൊ കൃപയാലാണ് രക്ഷ, കൃപയാലാണ് ക്രിസ്തു യേശുവിലൂടെയുള്ള അവൻ നീതീകരണമെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. അവൻ അതാണ് അതിന്റെ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ വായിച്ചാട്ട്. അവർ മൂലമായി നാം இந்த கிருபையில் பிரவேசிக்கும் ஸ்லாக்கியத்தை വിശ്വാസത്താൽ പെറ്റ് നിലകൊണ്ടിരുന്നു. കണ്ടോ? നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അതിന്റെ 8-ാം വാക്യം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അടുത്ത്, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും എന്ന് ദൈവവചനം വിളിച്ചു പറയുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് അവൻ വിളിച്ചു പറയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെ സംഭവിക്കുന്നു? കൃപയാൽ. ആ കൃപ വെളിപ്പെടുന്നത് എപ്പോഴാണ്? നമ്മൾ കർത്താവിന്റെ അടുക്കൽ വരുമ്പോഴാണ് ആ കൃപ. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓടി ദൈവസഭയിൽ വരും, നമ്മുടെ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും, ഇല്ലേ? ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങളെ വെച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവൻ ദൈവവചനം പറയുന്നത് എങ്ങനെയാണ്? പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവത്തിന് വെറുപ്പ്. പാപികളുടെ പ്രാർത്ഥന ദൈവത്തിന്. അപ്പൊ ഒരു മനുഷ്യൻ പാപം ചെയ്തുകൊണ്ട് ദൈവസന്നിധി വന്ന് പ്രാർത്ഥിക്കാമെന്ന ദൈവം കേൾക്കോ? കേൾക്കത്തില്ല. എങ്ങനെ കേൾക്കാൻ പറ്റും? അപ്പോൾ ഒന്നാമതായിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യണം? ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവായ യേശുവിനെ പിതാവായ ദൈവം പരസ്യമായിട്ട് കാൽവറി ക്രൂശിൽ നിർത്തിയിരിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് എന്ത് ചെയ്യണം? നിരന്നുകൊള്ളണം. മനസ്സിലാവുന്നുണ്ടോ? ആ യേശു ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ അടുക്കൽ വന്ന് നിരന്നു കഴിഞ്ഞാൽ മാത്രമേ അവൻ ആ ദേഹം എന്ന തിരശ്ശീല 2ആയി ചീന്തിക്കൊണ്ട് നമുക്ക് കൃപാസനത്തിന്റെ അടുത്ത് പോകാൻ. മനസ്സിലായോ? അപ്പോൾ ഒന്നാമത് വരുമ്പോൾ ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ അടുക്കൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ്, എനിക്ക് കടഭാരം ഉണ്ടപ്പോൾ, എൻ്റെ മക്കളെ പഠിപ്പിക്കണോ, അപ്പോൾ എനിക്ക് ഇന്ന വിഷയം ഉണ്ടപ്പോൾ, ഇന്ന രോഗം ഉണ്ടപ്പോൾ എന്നല്ല പറയേണ്ടത്. ഒന്നാമത് ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു ദൈവ പൈതൽ അവൻ സ്വതः ക്രിസ്തു യേശുവിലുള്ള നീതീകരണം പ്രാപിക്കണമെങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ, തെറ്റുകളെ ഏറ്റുപറയണം. അങ്ങനെ ഏറ്റുപറയുമ്പോഴാണ് തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടെ നമുക്ക് എവിടെ പ്രവേശിക്കാൻ കഴിയും? കർത്താവായ യേശുവിന്റെ ദേഹമെന്ന തിരശീല കീറിയപ്പോൾ ആലയത്തിനകത്തുണ്ടായിരുന്ന തിരശീല എന്ത് ചെയ്തു? പിന്നീടാണ് കൃപാസനത്തിനകത്തോട്ട് പ്രവേശിക്കാൻ കഴിയുന്നത്. പിന്നീടാണ് പിതാവിന്റെ അടുക്കൽ പോകാൻ കഴിയുന്നത്. പിന്നീടാണ് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ സ്വന്തം ദൈവസന്നിധിയിൽ കർത്താവിന്റെ അടുക്കൽ വന്ന് കൃപയാലുള്ള നീതീകരണം പ്രാപിക്കുവാൻ. കണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം മൂലം കഴുകൽ പ്രാപിച്ച് കുറ്റമില്ലാത്തവർക്ക് മാത്രമേ എങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയൂ? യേശുവിന്റെ പിതാവിന്റെ അടുക്കലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. മനസ്സിലാകുന്നുണ്ടോ? ആ രീതിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആരാധനകൾ ഈ നാളുകൾ വർദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, കൃപയാലാണ് മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത്. അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കുക. 15 മുതലുള്ള വാക്യങ്ങൾ. കണ്ടോ? ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുപോയി. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ആദാമ്യ പാപ നിമിത്തം, അവൻ സ്വതന്ത്ര ലംഘന നിമിത്തം സകല മനുഷ്യനും എന്ത് ചെയ്തു? മരിച്ചുപോയി. ആദാം മുതൽ ന്യായപ്രമാണം വരെയുള്ള കാലഘട്ടത്തിൽ അവൻ സ്വതന്ത്രം മരണത്തിന് തക്കതായ പാപം ചെയ്യാത്തവരിൽ ഈ മരണം എന്ത് ചെയ്തു? വ്യാപരിച്ചു.
ന്യായപ്രമാണം വന്നപ്പോൾ അല്പം കൂടെ ബലമുള്ളതായി തീർന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാണ് ഇവിടെ പറയുന്നത്, ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുപോയി. അടുത്ത് ആ കണ്ടോ, എന്നാൽ ദൈവത്തിന്റെ കൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് ദൈവത്തിന്റെ കൃപയാൽ, യേശു ക്രിസ്തുവിന്റെ കൃപയാൽ കണ്ടോ മരണത്തിൽ നിന്നും ജീവനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ കൃപയെന്ന് നമ്മൾ മറന്നു പോകരുത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ കൃപയാലാണ് രക്ഷ പ്രാപിക്കുന്നത്, കൃപയാലാണ് നീതീകരണം പ്രാപിക്കുന്നത്. കണ്ടോ, ഒരിക്കൽ അവൻ കൃപ നഷ്ടപ്പെടുത്തി, അവൻ സ്വന്തം മനുഷ്യൻ പാപം ചെയ്തപ്പോ മരണം സംഭവിച്ചപ്പോൾ ഇവിടെ ദൈവത്തിന്റെ കൃപയാൽ ആ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവമക്കൾക്ക് ദൈവം കൊടുത്തു. അടുത്ത 16-ാം വാക്യം. ആ ആ അത് മലയാളം എങ്ങനെയാണ്? ഏകന്റെ പാപം ശിക്ഷാവിധിക്ക് ഹേതുവായി തീർന്നു. ഒരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ സകല മനുഷ്യന് ശിക്ഷാവിധിക്ക് ഹേതുവായി തീർന്നു. പക്ഷെ അടുത്ത് പറയുന്ന കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക്. കണ്ടോ, അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. ശിക്ഷയിൽ നിന്നും നീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവത്തിന്റെ കൃപ. അതിന്റെ 17-ാം വാക്യം. കണ്ടോ, ഏകന്റെ ലംഘനത്താൽ മരണം എന്ത് ചെയ്തു? മനുഷ്യനിൽ വാണു. മനുഷ്യനിൽ ഒന്നുകൂടെ പറഞ്ഞാൽ അവൻ സ്വതന്ത്രം മരണം എന്ന് പറയുന്നത് മനുഷ്യനെ കീഴ്പ്പെടുത്തി, അവന്റെ മേൽ അധികാരമുള്ളവനായി തീർന്നു. പാപത്തിന്റെ ശമ്പളം എന്ന് പറയുന്നത് എന്താണ്? കണ്ടോ, പാപം ചെയ്ത ദേഹി മരിക്കണം. തിരുവെഴുത്ത് പറയുന്നു പാപം എന്ന് പറയുന്നത് വിഷമുള്ളാണ്. ഈ വിഷമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ആ മനുഷ്യൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കയ്യിലോ കാലിലോ ഒരു ആണിയോ അല്ലെങ്കിൽ ചെറിയ മുള്ളോ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചോണ്ടിരിക്കോ? എത്രയും വേഗം അതിനെന്ത് ചെയ്യും? അതിലെ പുറത്തെടുത്തില്ല എങ്കിൽ അവൻ സ്തോത്രം അത് പഴുക്കാൻ സാധ്യതയുണ്ട്. അടുത്ത് ചിലപ്പോൾ ആ അവയവം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന മനുഷ്യന്റെ ജീവന് വരെ ഇല്ലേ ഒരു വിഷമുള്ള കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വേഗം അതിനെന്ത് ചെയ്യും? അങ്ങനെയെങ്കിൽ ഈ പാപം എന്ന വിഷമുള്ള മനുഷ്യന്റെ ശരീരത്തിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ആ മനുഷ്യനെ വാഴുന്നത് എന്താണ്? മരണം. കണ്ടോ, ആ മനുഷ്യൻ മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവവചനം പറയുന്നത് ശ്രദ്ധിക്കുക, അവൻ ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണു. എന്നാൽ കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അവൻ നമ്മുടെ മേൽ വാണിരുന്ന മരണത്തെ നീക്കിക്കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരുന്നതിനോടൊപ്പം ആ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ജീവനിൽ വാഴാൻ ദൈവം അവസരം നൽകുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കും ദൈവമക്കളോട് വിളിച്ചു പറയാം, അവൻ നമ്മിൽ ഇനി വാഴേണ്ടത് മരണമല്ല, അവൻ സ്വന്തം കൃപയാണ്. മനസ്സിലാവുന്നുണ്ടോ? ജീവനാണ് വാഴേണ്ടത്. അങ്ങനെ ജീവൻ വാഴണമെങ്കിൽ എന്ത് വേണം? കൃപ നമുക്ക് വേണമെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതിന്റെ അവൻ സ്തോത്രം 18-19 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവൻ അവിടെ ഏകന്റെ ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നു എന്ന് കാണുന്നു. എന്നാൽ ഏകന്റെ നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു എന്ന് കാണുന്നു. 20-ാം വാക്യം ഒന്ന് വായിക്കാം. 20-ാം വാക്യം. കേട്ടോ, പാവം എവിടെ പെരുകിയോ കൃപ അധികമായിട്ട് വന്നു. മനസ്സിലാവുന്നുണ്ടോ? പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ദൈവത്തോട് അടുപ്പിക്കുന്ന കൃപയാണ്
ദൈവസന്നിധി കടന്നു വരണമെങ്കിൽ ദൈവകൃപ വേണം. അവൻ സ്വന്തം ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ വന്നിട്ടും പലപ്പോഴും കുറവുകൾ വന്നിട്ടും പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടും അവൻ സ്വന്തം ദൈവത്തിന് ഹിതമല്ലാത്ത വഴിയിൽ ജീവിച്ചിട്ടും നമുക്ക് തോന്നിയതുപോലെ നമ്മൾ നടന്നിട്ടും ഇന്ന് പകൽക്കാലം ദൈവസന്നിധി നമുക്ക് വരാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ നമ്മൾ പറയണം, അത് ദൈവത്തിന്റെ കൃപയാണ്, എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ മിടുക്ക് കൊണ്ടൊന്നുമല്ല, ഞാൻ ഇന്ന് അവൻ ആരോഗ്യത്തോടെ എഴുന്നേറ്റത് കൊണ്ടൊന്നും അല്ല. ദൈവമക്കൾ പറയേണ്ട ഒരു കാര്യം, അത് ദൈവമേ അങ്ങയുടെ കൃപയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇവിടെ നോക്കുക, പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്നല്ല, അത്യന്തം വർദ്ധിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഒന്നുകൂടെ കൃപ നമ്മുടെ മേൽ പകരാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അവൻ നീതിയിൽ നിത്യജീവനായി വാഴുമെന്ന് തിരുവെഴുത്ത് വിളിച്ചു പറയുന്നു. റോമർ എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? റോമർ 6:1. ആകയാൽ നാം എന്ത് പറയേണ്ടു? കണ്ടോ, കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. കണ്ടോ, പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? പാപസംബന്ധമായി നമ്മൾ എന്ത് ചെയ്തു? സ്നാനപ്പെട്ട് എത്ര പേരുണ്ട്? സ്നാനപ്പെട്ടവർ എത്ര പേരുണ്ട്? സ്നാനപ്പെട്ടവർ കുറെ പേരുണ്ട്, സ്നാനപ്പെടാത്തവരുണ്ട്. അപ്പോൾ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ സ്തോത്രം, അവൻ കൃപ പെരുകേണ്ടതിന് പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി ഒരു ദൈവ പൈതൽ മരിക്കണം. അത് 3 മരണങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും അവൻ സ്തോത്രം അധികം പോകുന്നില്ല. ആദ്യ പാഠം സംബന്ധിച്ച് മരിക്കണം, പാപസംബന്ധമായി മരിക്കണം, ന്യായപ്രമാണ സംബന്ധമായി മരിക്കണം. അങ്ങനെ മരിച്ചാൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? 3 മരണം സംഭവിക്കണം. ഒന്ന്, ആദ്യ പാഠം സംബന്ധിച്ച് നമ്മൾ കർത്താവിലേക്ക് വരുന്നതിന് മുമ്പേ നമുക്ക് കുറെ സ്വഭാവങ്ങളും നമ്മുടെ നാട്ടു നടപ്പൊക്കെ ഉണ്ട്, ഇല്ലേ? കാക്ക പറക്കുന്നത് കാണുമ്പോൾ പറയും, കാക്ക രാവിലെ പറന്നു കഴിഞ്ഞാൽ പറയും, ഇന്ന് ഗസ്റ്റ് എന്തോ അതിഥികൾ ആരോ വരുന്നുണ്ടെന്ന് പറയും. ഇവിടെ ഉണ്ടോന്ന് അറിയാം. നമ്മുടെ നാട്ടിലൊക്കെ നീ തുമ്മിയാൽ പറയും, എന്നെ ആരോ, ഇല്ലേ? പറയൂലേ? ഇവിടെ പറയൂലേ? ഉണ്ട്. അടുത്ത ഗർഭിണികൾ രാത്രി പുറത്തിറങ്ങാൻ, അടുത്ത നക്ഷത്രം നോക്കാൻ പോകുന്നവര്, ജാതകം നോക്കാൻ പോകുന്നവര്, ഇല്ലേ? ഒരു കൊച്ചു ജനിക്കുമ്പോൾ വെറുതെയെങ്കിലും ഒന്ന് കലണ്ടർ നോക്കും, ഇന്ന് ഏതാണ് നാളെന്ന്. അപ്പൊ ഇതൊക്കെ ആദ്യ പാഠം സംബന്ധിച്ച് എന്ത് ചെയ്യണം? മരിക്കണം. 2, പാപം സംബന്ധിച്ച് എന്ത് ചെയ്യണം? മരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പാപം സംബന്ധിച്ച് മരിക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് അതിന്റെ താഴോട്ടുള്ള 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കുഞ്ഞുങ്ങളിവിടെ ഉള്ളതുകൊണ്ട് ആ ഭാഗങ്ങളൊന്ന് വേഗത്തിൽ വായിച്ചാട്ടെ. പാപം സംബന്ധിച്ച് മരിക്കുന്ന അനുഭവത്തെ കുറിച്ച് കൂടെയാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? യേശു ക്രിസ്തുവിനോടുകൂടെ. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുക, സ്നാനപ്പെടാത്തവരെ ശ്രദ്ധിക്കണേ. കർത്താവിനോടുകൂടെ ചേരുന്നതാണ്. ഇതുവരെ ചിലപ്പോൾ നമ്മൾ പാപത്തോട് ചേർന്ന് ജീവിച്ചിരിക്കാം, നടന്നിരിക്കാം, കൂട്ടുകാരോട് ചേർന്ന് ജീവിച്ചിരിക്കാം, നടന്നിരിക്കാം, നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാം, നടക്കാം. പക്ഷേ ഇനി മുതൽ ഞാൻ ലോകത്തോട് ചേർന്ന് നടക്കുന്നതല്ല, മറിച്ച് യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുന്നതാണ് സ്നാനം. കണ്ടോ? അവിടെ ഒന്നുകൂടെ വായിച്ചാട്ടെ ആ ഭാഗം. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം കണ്ടോ? ഇത് കർത്താവായ യേശുവിന്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്നു. അടുത്ത് മരണത്തിൽ പങ്കാളികളാകുവാൻ കണ്ടോ? പങ്കാളികളായി തീരുന്ന എങ്ങനെയാണ്?
സ്നാനത്താലാണ്. കർത്താവിനോടുകൂടെ മരണത്തിൽ പങ്കാളികളായി തീരുന്നത് സ്നാനത്താലാണ്. അടുത്ത് ഈ മരണത്തിൽ പങ്കാളികളായി തീരുമ്പോൾ തന്നെ അവിടെ പറയുകയാണ്, സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കുഴിച്ചിടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എൻ്റെ പഴയ സ്വഭാവം, എൻ്റെ പഴയ ജീവിതം, എൻ്റെ സംസാരം, എൻ്റെ പഴയ പ്രവൃത്തികൾ, ദൈവഹിതമല്ലാത്തതെല്ലാം എന്ത് ചെയ്യുന്നു? ദൈവഹിതമല്ലാത്തതെല്ലാം എന്ത് ചെയ്യുന്നു? കുഴിച്ചിടുകയാണ്. കണ്ടോ? അങ്ങനെയെങ്കിൽ സ്നാനപ്പെട്ട ഒരു വ്യക്തിക്ക് പഴയതുപോലെ നടക്കാൻ, പഴയതുപോലെ ജീവിക്കാൻ, അതാണ് പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മൾ തന്നെ മരിച്ചവരായി നമ്മൾ എന്ത് ചെയ്യണം? എണ്ണണം. ഇനി ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെന്ന പോലെ, യേശുവിനെന്ന പോലെ നമ്മൾ ജീവിക്കണം. താഴോട്ടുള്ള ഭാഗം കൂടെ വായിച്ചാട്ടെ. കണ്ടോ? സ്നാനത്താൽ കർത്താവിനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ കണ്ടോ, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ നമ്മളൊരു സ്നാനപ്പെട്ട വ്യക്തിയാണെന്ന് അവർ എന്ത് ചെയ്യണം? മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇന്ന് പലയിടത്തും നോക്കുമ്പോൾ അങ്ങനെ കാണുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു പാസ്റ്റർ പറഞ്ഞത് എന്താണ്? പണ്ട് സ്നാനപ്പെട്ടാൽ ആ ദേശം മുഴുവനും, പക്ഷെ ഇന്ന് സ്നാനപ്പെട്ട വ്യക്തിക്കൊന്നും മാറ്റം വരുന്നില്ല, കുളിച്ചൊന്നേ ഉള്ളൂ, അല്ലേ? കണ്ടോ? പാപസംബന്ധമായ മരണമാണ് സ്നാനം. പഴയ ജീവിതത്തെ ഉരിഞ്ഞുകളയുന്നതാണ് സ്നാനം. പഴയ രീതിയിൽ സംസാരത്തിൽ ഞാൻ ഇടപെടത്തില്ല എന്നുള്ള തീരുമാനമാണ് സ്നാനം. കർത്താവായ യേശുവിനോടുകൂടെ ചേരുന്നതാണ് സ്നാനം. പുതു മനുഷ്യനെ ധരിക്കുന്നതാണ് സ്നാനം. അത് അല്ലാതെ അപ്പൻ പറഞ്ഞു, അമ്മ പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് സ്നാനപ്പെടാൻ, ഇനി 12 വയസ്സായി 13 വയസ്സായി എന്ന് പറഞ്ഞ് സ്നാനപ്പെടാൻ അവകാശമുണ്ടോ? ഇല്ല. അങ്ങനെ കർത്താവിനോട് ചേർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പാപസംബന്ധമായി മരിക്കണം. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി പാപസംബന്ധമായി ജീവിക്കുകയല്ല, മറിച്ച് നമ്മൾ ദൈവകൃപയിലേക്ക് അടുത്ത് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയാം, നമ്മൾ ദൈവകൃപയിൽ നിലനിൽക്കുന്നവരായിരിക്കണം. ഇവിടെ നോക്കുക, അവൻ സ്വന്തം ദൈവവചനം വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്. കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നോ ഒരു നാളും അരുത് എന്ന് വിളിച്ചു പറയുകയാണ്. അടുത്ത നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും കൃപയാലാണ് ലഭിക്കുന്നത്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് വായിക്കാം. 2 തെസ്സലോനിക്കർ 2:16. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவும் நம்மிடத்தில் அன்பு கூர்ந்து நித்திய ஆறுதலையும் நம்பிக்கையையும் கிருபையாய் நமக்கு കൊടുത്തിരിക്കുന്നു. കൃപയാല് നമുക്ക് തന്നിരിക്കുന്നു. കാരണം നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും. ഇതെങ്ങനെയാണ് ലഭിക്കുന്നത്? നമ്മൾ പറയും, അവൻ സ്വന്തം ഞാൻ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ, അതൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു ഭാഗമാണ്. ഞാൻ കർത്താവിന് വേണ്ടി ഇത്രയും ഓടിയത് കൊണ്ടാണ്, അധ്വാനിച്ചത് കൊണ്ടാണ്, അല്ലേ? കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കൊടുത്തത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്നത് എങ്ങനെയാണ്? കൃപയാലാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, നല്ല പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ, നല്ല ആശ്വാസം നമുക്കുണ്ടെങ്കിൽ, ദൈവമക്കൾ മനസ്സിലാക്കണം, അത് എൻ്റെ കഴിവ് കൊണ്ടൊന്നും കിട്ടിയതല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട് എനിക്ക് ലഭിച്ചതാണ്. അതാണ് 1 പത്രോസ് എഴുതിയ ലേഖനം
1-ാം അധ്യായം 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? നിങ്ങൾക്ക് വരുവാനുള്ള കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, യെശയ്യാവും ദാവീദും ദാനിയേലും യിരെമ്യാവും യെഹെസ്കേലും ഒക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചു, അല്ലെങ്കിൽ വരുവാനുള്ള ദൈവകൃപയെക്കുറിച്ച് പ്രവചിച്ചു. അങ്ങനെ പ്രവചിച്ചവർ ഒന്ന് ആരാഞ്ഞു നോക്കി, ഇത് ഏത് കാലത്ത് വെളിപ്പെടും, ഇത് ഞങ്ങൾക്ക് ഈ കൃപ അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ടോ എന്ന് അവർ ആരാഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ കൃപ ഞങ്ങൾക്ക്, കണ്ടോ, ഈ കൃപ ഞങ്ങൾക്ക് ലഭിക്കത്തില്ലെന്ന് മനസ്സിലായി. അതാണ് അതിന്റെ താഴെയുള്ള വാക്യങ്ങൾ വേദത്തിൽ വായിക്കാമോ? 11 മുതലുള്ള വാക്യങ്ങൾ, 1 പത്രോസ് 1:11 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും കണ്ടോ, വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും. അങ്ങനെയെങ്കിൽ ഇന്ന് കഷ്ടതയാണെങ്കിലും, ഇന്ന് രോഗമാണെങ്കിലും, ഇന്ന് ദുഃഖമാണെങ്കിലും, ഇന്ന് വേദനയാണെങ്കിലും നമ്മൾ ഭാരപ്പെട്ടു പോകരുത്. നാളെ നമുക്ക് വേണ്ടി എന്ത് വെച്ചിട്ടുണ്ട്? കണ്ടോ, അതാണ് അവൻ എബ്രായർ ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന, കർത്താവ് സന്തോഷത്തോടെ കഷ്ടത എന്തുകൊണ്ട് സഹിച്ചു, കർത്താവ് എന്തുകൊണ്ട് വേദന സന്തോഷത്തോടെ സഹിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിൻവരുന്ന മഹിമയെ ഓർത്ത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയാം, നമുക്ക് പിൻവരുന്ന ഒരു മഹിമയുണ്ട്, നാളെ നമുക്ക് ലഭിക്കുന്ന ഒരു മഹത്വമുണ്ട്, നാളെ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കഷ്ടം സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് പോലെ അവൻ കഷ്ടത നമുക്ക് വച്ചിട്ടുണ്ട്. അത് സഹിക്കാതെ നമുക്കൊരിക്കലും ഒരു മഹിമ എന്ത് ചെയ്യത്തില്ല. ചിലര് പ്രസംഗിക്കുന്നുണ്ട് കഷ്ടതയൊന്നും വേണ്ട, കഷ്ടതയൊന്നും പാടില്ലെന്നാണ് ദൈവമക്കൾക്ക്. കടഭാരമുണ്ട്, എല്ലാം വെച്ചിട്ടുണ്ട് ദൈവം. എലീശായുടെ സ്വന്തം ശിഷ്യന്മാരിൽ ഒരുവനാണെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല. സ്വന്തം ഒരു പ്രവാചക ശിഷ്യനുണ്ടായിരുന്നു. പുള്ളിക്കാരനും മരിച്ചപ്പോൾ കടഭാരത്തോടെയാണ്, ഇല്ലേ? പുള്ളിയുടെ ഭാര്യ വന്ന് എലീശായുടെ ശിഷ്യനായ ഒരു പ്രവാചക ശിഷ്യൻ. അപ്പോൾ കടഭാരം ഇല്ലായിരുന്നോ? ബുദ്ധിമുട്ടില്ലായിരുന്നോ? പ്രയാസം ഇല്ലായിരുന്നോ? പക്ഷെ പിൻവരുന്ന ഒരു മഹിമ താൻ പ്രതീക്ഷിച്ചാണോ? ദൈവം അവൻ അവിടെ കൊണ്ടുവരുന്ന പാത്രങ്ങൾ മുഴുവനും എണ്ണ നിറച്ചു കൊടുക്കും ദൈവം സ്വത്രം ആ പ്രവാചക ശിഷ്യൻ പ്രതീക്ഷിച്ചിരുന്നോ? താനും ചിന്തിച്ചിട്ടുണ്ടാവൂലേ ഇതെങ്ങനെ ഈ കടം തീരുമെന്ന്? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് കഷ്ടത ഉണ്ടെങ്കിലും, ഇന്ന് രോഗം ഉണ്ടെങ്കിലും, ഇന്ന് ദുഃഖം ഉണ്ടെങ്കിലും, ഇന്ന് നെടുവീർപ്പുണ്ടെങ്കിലും ഭാരപ്പെടേണ്ട കാര്യമില്ല. പിൻവരുന്നൊരു മഹിമയുണ്ട്, നാളെ വരുന്നൊരു മഹത്വമുണ്ട്. അവൻ ആ മഹത്വത്തെ കാണണമെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ കഷ്ടം സഹിച്ചാൽ മാത്രമേ. കണ്ടോ, അപ്പോൾ ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക, അവൻ ക്രിസ്തുവിന് ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ അടുത്ത് കണ്ടോ, ആ സൂചിപ്പിച്ച സമയം എപ്പോഴാണ്, എങ്ങനെയുള്ളതാണെന്ന് അവർ ആരാഞ്ഞു നോക്കി. അടുത്ത് അവർ ആരാഞ്ഞു നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ആമേൻ സ്തോത്രം, ഇത് ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഈ കൃപ വരുവാനുള്ള ജനത്തിന് വേണ്ടിയാണ്, ഇനി ജനിക്കാനുള്ളവർക്ക് വേണ്ടിയാണെന്ന് അവർക്ക് മനസ്സിലാകുവാനിടയായി. അടുത്ത് സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ കണ്ടോ, ദൈവദൂതന്മാർ പോലും ഈ കൃപയിലേക്ക് കുനിഞ്ഞു നോക്കുവാൻ മറന്നുപോകരുത്. ആ പ്രവാചകന്മാർ ആഗ്രഹിച്ചു, പഴയ നിയമത്തിലുള്ള ശക്തന്മാരായ വ്യക്തികൾ ആഗ്രഹിച്ചു, ഈ കൃപയെ ഞങ്ങൾക്ക് ഒന്ന് അനുഭവിക്കണം,
ഇവിടെ ദൈവത്തിന്റെ ദൂതന്മാർ പോലും ഈ കൃപയിലേക്ക് കുനിഞ്ഞു നോക്കുകയാണ്. ഈ രക്ഷ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമോ? ഈ കൃപ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമോ? പക്ഷെ അവർക്കാർക്കും ആ കൃപ ലഭിച്ചില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയാ, ആ കൃപ നമുക്ക് വേണ്ടി ദൈവം കരുതിയിരുന്നു. കണ്ടോ, എത്രയോ ശ്രേഷ്ഠമായ ഈ കൃപയിലേക്ക് ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ അടുപ്പിക്കുമ്പോൾ ഈ കൃപയെ നഷ്ടമാക്കി കളയാതെ, ഈ കൃപയെ തള്ളിക്കളയാതെ അവൻ നിത്യ ആശ്വാസവും നിത്യ പ്രത്യാശയും കൃപയാലെ നൽകുന്ന ദൈവം. കണ്ടോ, എത്രയോ പേർക്ക് ആ ഭാഗ്യം ലഭിക്കാതെ പോകുമ്പോൾ അവന് സ്തോത്രം, നമുക്ക് എത്രയോ വലിയ ഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നതെന്ന് മറന്നു പോകരുത്. അവന് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം. അടുത്ത് തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ കണ്ടോ, ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. അപ്പോൾ നമ്മൾ കൃപയാൽ രക്ഷ പ്രാപിച്ചു, എന്നാൽ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. കണ്ടോ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കരുത്. ഞാൻ പണ്ടപ്പോഴോ മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഞാൻ പണ്ട് പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? നീ അന്ത്യകാലത്ത് വെളിപ്പെടുവാനുള്ള രക്ഷയ്ക്കായിട്ട് അടുത്ത് ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും കണ്ടോ, അങ്ങനെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അവകാശം, അത് ക്ഷയിച്ചു പോകത്തില്ല, വാട്ടം തട്ടത്തില്ല, മാലിന്യമില്ല, അവൻ ഒരു കുറവുമില്ലാത്ത അവൻ വലിയൊരു അവകാശം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ആര് സൂക്ഷിച്ചിട്ടുണ്ട്? ഇതല്ലേ നല്ല പ്രത്യാശ എന്ന് പറയുന്നത്, ഇല്ലേ? ഈ കൃപയിലേക്കാണ് നമ്മൾ അടുത്ത് വരാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിത്യ ആശ്വാസവും നല്ല പ്രത്യാശയും ലഭിക്കുന്നത് എങ്ങനെയാണ്? കൃപയാൽ. ഇന്ന് പക്ഷെ പലരും ഇത് കണ്ടല്ല. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പലരും വിടുതലിന്റെ പുറകെ പോകുന്നു, പലരും പ്രവചനത്തിന്റെ പുറകെ പോകുന്നു, പലരും രോഗശാന്തിയുടെ പുറകെ പോകുന്നു. ഒരിടത്ത് പോയി രോഗം സൗഖ്യമായില്ലെങ്കിൽ അയാൾ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അടുത്തടുത്ത്. പക്ഷെ കൃപയാൽ നമുക്ക് ലഭിക്കുന്ന നല്ല പ്രത്യാശ ഇവിടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഇവിടെ കഷ്ടതയാണെങ്കിലും നെടുവീർപ്പാണെങ്കിലും ദുഃഖമാണെങ്കിലും ദൈവവചനം പറയുന്നത് എങ്ങനെയാണ്? അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരിനെ ഞാൻ കണ്ടോ തുടച്ചു കളയും. നല്ല പ്രത്യാശ കൃപയാല് നൽകുന്ന ഒരു ദൈവം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ പ്രത്യാശ നമുക്കുണ്ട്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചാട്ടെ, നമ്മുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിയാട്ടെ. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. 2 പത്രോസിന്റെ 3:13 പറയുന്നു, എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ഇവിടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കി ആ ദൈവത്തിൽ പ്രത്യാശ വെക്കുക, ആ ദൈവത്തിൽ ആശ്രയിക്കുക, ആ ദൈവത്തിന്റെ കൃപയിലേക്ക് അടുത്തു വരുക. അവൻ സ്തോത്രം, ഹല്ലേലൂയ. അവൻ നല്ല പ്രത്യാശയോ, അവൻ സ്തോത്രം, ഹല്ലേലൂയ, നിത്യ ആശ്വാസവോ കൃപയാൽ നൽകിയിരിക്കുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ആ ദൈവ കൃപ ആഗ്രഹിക്കുന്ന ദൈവജനോ ചില നിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. കൃപയാലല്ലോ അവൻ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കൃപയാലാണ് വിളി എന്ന് പറയുന്നത്, കൃപയാലാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, കൃപയാലാണ് നീതീകരണം എന്ന് പറയുന്നത്. കൃപയാൽ നമ്മൾ ജീവനിൽ വാഴുമെന്ന് കേട്ടു. അവ കൃപയുണ്ടെങ്കിൽ മരണം നമ്മിൽ നിന്ന് നീങ്ങുമെന്ന് കേട്ടു. അവ കൃപയുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, നിത്യ പ്രത്യാശയുണ്ട്, നിത്യ ആശ്വാസമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കൃപയിലേക്ക് അടുത്തു വരുക, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവകൃപ എന്റെ മേൽ പകരണമേ എന്ന് ആഗ്രഹിക്കുന്ന ദൈവജന ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല ധനമ റിഖബലക ദുനമന റി അൽഖംസിയാർ